നമ്മൾ എപ്പോക്സി പെയിൻ്റ് അടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഇളക്കി എടുക്കട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ഷിൻലാക്കിൻ്റെ എപ്പോക്സിയാണ്. അപ്പോൾ ആ സാധനം കട്ട കണ്ട അടിയിൽ, അതായത് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് കുറേ കാലമായിട്ട് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ തന്നെ നന്നായിട്ട് കണ്ട കട്ട പിടിച്ചിരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് കണ്ട കട്ട കണ്ട ആ സാധനം കട്ടിയിട്ടിരിക്കുക. നന്നായി ഇളക്കിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കിട്ടില്ല, വെറുതെ വെള്ളം പോലെ ഇരിക്കലോട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പെയിൻറ്റ് കണ്ടോ ഷിൻലാക്ക് എപ്പോക്സി. കണ്ടോ കട്ടയിലിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും പഴയ പെയിൻ്റാണ്, പഴയതല്ലടാ പുതിയത്. ഇപ്പോൾ പൊട്ടിച്ച് ഞങ്ങൾ ഇളക്കാൻ നോക്കിയപ്പോൾ കണ്ടതാണ് ഇളക്കിക്കൊണ്ടിരിക്കില്ല കിട്ടിയത് സംഭവം. ഇത് എനിക്ക് വേണം കുറച്ച് നാളായി കൊണ്ട് പാക്ക് ചെയ്തിട്ട് മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കിയറിയാം ഇത് എന്നൊക്കെയാണെന്നുള്ളത്. ഇത് ഞാൻ എക്സ്പയർ ചെയ്താണെന്ന് അറിയില്ലടാ. ഇപ്പോൾ അവർ കൊണ്ടുവന്നോ, ഞങ്ങൾക്ക് പാർട്ടിക്കാർ കൊണ്ടുവന്നാണ്. കണ്ട കട്ട കണ്ട. ഇനി ഇത് മൊത്തം ഇളക്കി മിക്സ് ചെയ്തില്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്വാളിറ്റി കിട്ടില്ലേ. അതിന് തെളിയാണ് ഊറ്റി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടോ. സംഭവം ഡേറ്റൊക്കെ ഉണ്ട് കേട്ടാ. ഇത് ഡേറ്റ് 2023-2026 സെപ്റ്റംബർ 2 കേൾക്കുന്നുണ്ട്. ബാച്ച് നമ്പർ 2026 3-ാം മാസം വരെ ഉപയോഗിക്കാം. ബെസ്റ്റ് ബിഫോർ എന്ന് കേട്ടിട്ടുണ്ട്. അറിയില്ല എന്താ അങ്ങനെയാണ്. ഇത്രയും വലിയ കട്ട കണ്ട പെയിൻ്റെ കട്ടയാണ്. ഇത് മൊത്തം ഇളക്കണം, നമുക്ക് പണി. അപ്പോൾ ശരി, പെയിൻ്റൊക്കെ അടിപൊളി പെയിൻ്റാണ് ഷിൻലാക്കിൻ്റെ. പക്ഷേ ഇത് ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇളങ്ങാൻ ചെന്നിട്ടുണ്ടായതാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എന്നാൽ ഇളക്കി യൂസ് ചെയ്യും.